അച്ഛനാ. മോളെ മോളെ ഓക്കെ അല്ലേ? മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അവര് മോളെ ഉപദ്രവിച്ചോ? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അത് അമ്മ പറഞ്ഞത് ശരിയാ ചേച്ചി. ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും പൃഥ്വിക്ക് വലുത് പൂർണിമേച്ചയും ധ്വനിമോളുവാ. ശരിയാ. നമ്മുടെ കുഞ്ഞു വന്നാലും ധ്വനി കഴിഞ്ഞുള്ള സ്ഥാനമേ നമ്മുടെ കുഞ്ഞിനുണ്ടാവൂന്ന പൃഥ്വി എന്നോട് എപ്പോഴും പറയാറുള്ളത്. പൃഥ്വി മോനെ, എന്നോട് എങ്ങനെയാ ഞാൻ നന്ദി പറയേണ്ടെന്ന് അറിയില്ലടാ. എന്തിനാ ചേച്ചി? ഞാൻ എന്റെ കടമയല്ലേ ചെയ്തത്. നീ ചെല്ലു മോനെ, പോയി ചൂടുവെള്ളത്തിൽ കുളിക്ക്. കുഴമ്പ് വല്ലതും വേണമെങ്കിൽ അമ്മ പെരട്ടി തരാം. അതൊന്നും വേണ്ട, ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. നീ ചെല്ല് പൃഥ്വി, പോയി ഒന്ന് ഫ്രഷ് ആവ്. വാ. മോളെ ഹലോ, കൊച്ചിനെ കാണുന്നില്ലെന്നും പറഞ്ഞ് കറങ്ങി കിടന്ന് എത്ര ഐസ്ക്രീം കുടിച്ചു? അക്ഷിതയുടെ മെസ്സേജ് ആണല്ലോ. ദുനിയെ തിരികെ കിട്ടിയോ? എന്നെ ചീത്ത വിളിച്ചിട്ട് പോയതല്ലേ. സഞ്ജയെ വിളിച്ച് വിവരം പറഞ്ഞേക്കാം. ഞാൻ പറഞ്ഞു തന്നെ വേണം സഞ്ജയ് ഈ വിവരം അറിയാൻ. ഹലോ സഞ്ജയ്. എന്താ താരാ വേണ്ടത്? വെറുതെ എന്നോട് ദേഷ്യപ്പെടണ്ട. ധ്വനിമോളെ തിരിച്ചു കിട്ടിയെന്ന് അക്ഷിത മെസ്സേജ് ചെയ്തിട്ടുണ്ട്. സത്യമാണോ താരായി പറയുന്നത്? ഈ കാര്യത്തിൽ നുണ പറഞ്ഞ് പറ്റിക്കാൻ മാത്രം ക്രൂരയല്ല ഞാൻ. ധ്വനി ഇന്ദ്രപ്രസ്ഥത്തിൽ എത്തിയിട്ടുണ്ട്. ഓ ഈശ്വര, എന്റെ കുഞ്ഞ് അവളെ തിരിച്ചു കിട്ടിയല്ലോ. ഓ, ഇനിയെങ്കിലും ഞാൻ തെറ്റുകാരിയല്ലാന്ന് സഞ്ജയ്ക്ക് വിശ്വസിക്കാലോ. സോറി താര, മോളെ കാണാനില്ലെന്നറിഞ്ഞപ്പോ ഞാനൊക്കെ ഭ്രാന്തി പിടിച്ച അവസ്ഥയിലായി പോയി. അതൊന്നും സാരമില്ല. സഞ്ജയ്ക്ക് ദോഷം വരുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. അത് മാത്രം വിശ്വസിച്ചാ മതി. ഓക്കെ, ഞാൻ താരെ വിളിക്കാം. ശരി. ഹലോ. ഹലോ, ഇപ്പോഴെങ്കിലും എല്ലാവർക്കും മനസ്സിലായില്ലേ ഞാനല്ല നമ്മുടെ മോളെ തട്ടിക്കൊണ്ടുപോയെന്ന്? ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ആ ഉണ്ട്. മോളെ കാണാത്ത ടെൻഷനിൽ എല്ലാരും എന്തൊക്കെയോ പറഞ്ഞു പോയി. ഏയ്, അതൊന്നും സാരമില്ല. അതിന് പഴി പറയാനൊന്നുമല്ല ഞാൻ വിളിച്ചത്. എനിക്കെൻ്റെ മോളോടൊന്ന് സംസാരിക്കണം.
അതിന്റെ ഒന്നും ആവശ്യമില്ല സഞ്ജയ്. പൂർണിമ പ്ലീസ്, എനിക്ക് എൻ്റെ കുഞ്ഞിനോടൊന്ന് സംസാരിച്ചേ പറ്റൂ. മോളുടെ മേൽ അധികാരം കാണിക്കാനോ അവളെ പിടിച്ചു വാങ്ങാനോ ഒന്നുമല്ല. ഞാനതിന് ശ്രമിച്ചിട്ടുമില്ല, ഇനി ഒരിക്കലും ശ്രമിക്കുകയില്ല. പക്ഷെ ഇന്നെൻ്റെ മോളെ ഒന്ന് കണ്ട് സംസാരിക്കണം. അവളുടെ അച്ഛനെന്ന നിലയ്ക്ക് അതിൻ്റെ അവകാശമാണ് പൂർണിമ. ഈശ്വരനെ ഓർത്ത് ദയവ് ചെയ്ത് അത് നിഷേധിക്കരുത് പ്ലീസ്. ശരി, ഞാൻ മോളുടെ കയ്യിൽ ഫോൺ കൊടുക്കാം. പക്ഷേ ഒന്നോർക്കണം, എനിക്കെന്റെ മോള് മാത്രമേ ഉള്ളൂ. ആർക്കും ഞാൻ അവളെ വിട്ടുതരില്ല. പേടിക്കണ്ട, ധോനിമോളെ പൂർണ്ണിമയിൽ നിന്ന് അകറ്റാൻ ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. ആരെയും വേദനിപ്പിച്ച് ഒന്നും നേടിയെടുക്കുന്ന ശീലവും എനിക്കില്ലെന്നറിയാലോ. ഞാനെന്നാ മോളുടെ ഫോൺ കൊടുക്കാം. അച്ഛനാ. മോളെ ഓക്കെ അല്ലേ? മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അവര് മോളെ ഉപദ്രവിച്ചോ? ഇല്ലേ? അച്ഛൻ്റെ മോള് പേടിച്ചു പോയോ? സാരമില്ല, വിഷമിക്കണ്ട കേട്ടോ. അച്ഛൻ അങ്ങോട്ട് വരാം, മോളെ വന്ന് കാണാം. മോള് പറഞ്ഞ സാധനങ്ങളെല്ലാം കൊണ്ടുവരാം. ആ ആ മോള് ചാച്ചിക്കോ. ഓ ഞാൻ എന്തിനാ സംസാരിക്കുന്നേ? മോളോട് സംസാരിക്കാനാ അച്ഛൻ വിളിച്ചേ. മോള് സംസാരിച്ചല്ലോ, അത് മതി.